കുറച്ച് നാളായി മെസ്സിയുടെ കേരള സന്ദർശനം. മെസ്സി കേരളത്തിലെത്തുന്നത് സംബന്ധിച്ചായിരുന്നു നമ്മളിങ്ങനെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരുന്നത്. മെസ്സി എത്തുമോ ഇല്ലയോ എന്നൊക്കെ പലതവണ ചോദ്യങ്ങൾ ഉയർന്നു വന്നു. കായിക മന്ത്രി അബ്ദുറഹ്മാനും അതുപോലെ തന്നെ സ്പോൺസറായ ആൻഡ്രോ അഗസ്റ്റിനും ഈ വർഷം തന്നെ മെസ്സിയെ കേരളത്തിലെത്തിക്കുമെന്ന് ഉറപ്പു നൽകി കായിക കേരളത്തിന്. പക്ഷേ ഇപ്പോൾ അവർ തന്നെ പറയുന്നു ഈ വർഷം മെസ്സി എത്തില്ല എന്ന് പറയുകയാണ്. എന്തോ ഫിഫയുടെ അനുമതി ലഭിക്കാത്തതാണ് കാരണം. അടുത്ത വർഷം അത് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായി മെസ്സി എത്തിക്കുമെന്ന് വീണ്ടും അവർ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ മെസ്സി എത്തില്ല എന്ന് ഉറപ്പായതോടുകൂടി കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിന്റെ ഭാവി സംബന്ധിച്ചും ചില ചോദ്യങ്ങൾ ഉയരുകയാണ്. അർജന്റീന ടീമിന് കളിക്കാൻ വേണ്ടി അവിടെ പലതരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ, അറ്റകുറ്റപ്പണികളൊക്കെ നടന്നു വരുന്നുണ്ടായിരുന്നപ്പോൾ മെസ്സി എത്തില്ല എന്ന് ഉറപ്പായതോടുകൂടി അതിൽ ഇനി എന്ത് സംഭവിക്കും എന്നതിലൊരു ആശങ്കയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ദുരൂഹതകളും ഇക്കാര്യത്തിൽ ഉയർന്നു വരുന്നു എന്നതാണ്. GCDയുടെ കീഴിലാണ് കലൂർ സ്റ്റേഡിയം ഉള്ളത്. അത് ഈ മത്സരം നടത്തുന്നതിന് വേണ്ടി സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് കേരളയ്ക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫെഡറേഷനും അതുപോലെ തന്നെ സ്പോൺസറും തമ്മിലാണ് കരാർ എന്ന് പറയുന്നു. പക്ഷേ എന്താണ് കരാറിലെ വ്യവസ്ഥകൾ, അങ്ങനെ ഒരു കരാറുണ്ടോ എന്നതുപോലും വ്യക്തതയില്ല. ഇപ്പോൾ പറയുന്നത് ഈ മത്സരത്തിന് ശേഷവും ഈ സ്റ്റേഡിയത്തിൽ ഈ സ്പോൺസർ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഹൈബീഡൻ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത തേടി GCDA ചെയർമാനൊക്കെ ഒരു കത്ത് നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞില്ല, മറ്റു ചില ചോദ്യങ്ങൾ കൂടിയുണ്ട്. മുട്ടിൽ മരംമുറി കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് ഈ പറയുന്ന സ്പോൺസർമാർ. അപ്പോൾ അവർക്ക് ഇങ്ങനെയാണ് ഈ ഒരു പരിപാടി നടത്താനുള്ള അനുമതി, ഈ സ്പോൺസർഷിപ്പ് അത് ലഭിച്ചത്. ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണം ഉൾപ്പെടെയുള്ള കരാർ ഇങ്ങനെ ഇവർക്ക് ലഭിച്ചു എന്നതിലൊക്കെ ഒരുപാട് ദുരൂഹതകളുണ്ട്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. അജിംസ്, ആക്ച്വലി ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ വിഷയത്തിൽ. ഈ മെസ്സി എത്തുന്നത് തൊട്ട് ഈ സ്റ്റേഡിയത്തിന്റെ നവീകരണം ഉൾപ്പെടെ. പക്ഷെ നോക്കൂ, ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് കേരളം വിടാൻ ഒരുങ്ങുന്നു ഇവിടെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്നത് കൊണ്ട് എന്നാണ് പറയുന്നത്. ആക്ച്വലി സ്പോൺസറെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ദുരൂഹതകളുണ്ടോ? ഇതിലൊരു സർക്കാർ ഇക്കാര്യത്തിലൊന്നും ഒരു പരിശോധന നടത്തുന്നില്ലേ? ഈ സ്പോൺസർ എന്ന് പറയുന്നത് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി എന്നൊരു കമ്പനിയാണ്. അങ്ങനെ ഒരു കമ്പനി തന്നെയുണ്ടോ എന്ന് നമുക്ക് കമ്പനികാര്യ മന്ത്രാലയത്തിൻ്റെ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്കൊരു ആകെ നമ്മൾ കൺഫ്യൂഷനായി പോകും. ഈ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി, ഈ റിപ്പോർട്ടർ എന്ന് പറയുന്ന ചാനൽ, ആ ചാനലിൻ്റെ യഥാർത്ഥത്തിൽ ഉടമയാരാണ്? ഇൻഡോ ഏഷ്യൻ ചാനൽ പ്രൈവറ്റ് ലിമിറ്റഡ്, ഇൻഡോ ഏഷ്യൻ. അത് MB നികേഷ് കുമാറും റാണി നികേഷ് കുമാറും ഓൺ ചെയ്യുന്നൊരു കമ്പനിയാണ് ഇപ്പോഴും. അങ്ങനെ ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെയാണ് റിപ്പോർട്ടർ ചാനൽ. ഇപ്പോൾ ഈ റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റർ കമ്പനി എന്ന് പറയുന്ന കമ്പനി യഥാർത്ഥത്തിലുണ്ടോ? അതിലാരൊക്കെയാണ് ഡയറക്ടേഴ്സ്? അവരുടേതാണോ റിപ്പോർട്ടർ ചാനൽ എന്ന കാര്യത്തിൽ നമുക്കിപ്പോഴും വ്യക്തമായ മറുപടിയില്ല. പക്ഷേ നമ്മൾ കാണുന്നത് എന്താണ്, അതിൻ്റെ മാനേജിങ് എഡിറ്ററായിട്ട് ആൻഡ്രോ അഗസ്റ്റിനുണ്ട്, ആളുകളുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ അങ്ങനെ വിശ്വസിക്കാം. പക്ഷേ അതിൻ്റെ രേഖകളും നമ്മുടെ മുമ്പിലില്ല. ആരുടേതാണ് റിപ്പോർട്ടർ ചാനൽ എന്നതിനെ കുറിച്ച് നമുക്കറിയില്ല. അപ്പോൾ ഈ പറയുന്ന അഗസ്റ്റിൻ ബ്രദേഴ്സ്, അവർക്കൊരു പാസ്റ്റുണ്ട്. ആ പാസ്റ്റ് ഒരുപാട് ദൂരെയുള്ള പാസ്റ്റൊന്നുമല്ല, കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉണ്ടായ ഒരു ചരിത്രമാണ്. ആ ചരിത്രത്തിൽ ഒരുപാട് തട്ടിപ്പ് കേസുള്ളവർ പ്രതികളായിട്ടുണ്ട്. ഒന്ന്, ഏഷ്യൻ മോട്ടോഴ്സ് എന്ന പേരിൽ AMW എന്ന് പറഞ്ഞ ട്രക്ക് വിതരണം ചെയ്യാമെന്ന് പറഞ്ഞ ആളുകളിൽ നിന്ന് പൈസ വാങ്ങി പറ്റിച്ചു. ആ ഏഷ്യൻ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ തന്നെ സ്ഥാവര വസ്തുക്കൾ മോഡ്ഗേജ് ചെയ്തു. ആ മോഡ്ഗേജ് ചെയ്ത് വായ്പ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ ലീഗൽ കോംപ്ലക്സിറ്റീസ് ഉണ്ടായതുകൊണ്ട് ബാങ്കുകളിൽ പെട്ടു. അങ്ങനെ ഒരു പ്രശ്നം, ബാങ്കുകാരെ പറ്റിച്ചു എന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുമ്പോഴാണ് അവർ മാംഗോ ഫോൺ എന്ന് പറയുന്ന പുതിയ ഫോണായിട്ട് വരുന്നത്. അത് 2016 2016 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 2016 ഈ സ്മാർട്ട് ഫോണുകളൊന്നും ഇത്രയൊന്നും വികസിച്ചിട്ടില്ല. അന്ന് ഒന്ന് നോക്കിയയുടെ ഒരു ഡിക്ലൈനിങ് സ്റ്റേജാണ്. പിന്നെ അന്ന് ഐഫോൺ അന്നത്തെ പോലെ തന്നെ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നുണ്ട്. സാംസങ് എമർജ് ചെയ്ത് വരികയാണ്. അതുപോലെ റെഡ്മിയൊക്കെ ഇങ്ങനെ വരുന്ന സമയമാണ്. അപ്പോൾ ഇവരുടെ അവകാശവാദം ഭയങ്കര തമാശയാണ്. 3D സംവിധാനമുള്ള ഫോണാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതായത് 6000 രൂപ മുതൽ 35,000 രൂപ വരെയുള്ള ഫോൺ റേഞ്ചിലുള്ള ഫോണുകൾ, അതിൽ 3D സംവിധാനം ഉണ്ടാകും. അന്ന് 4G ഒന്നുമില്ല. അപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഫോണിൽ 4G ഒക്കെ ഉണ്ടാകും. എന്തൊക്കെയോ പറയുന്നു, അന്ന് ലഭ്യമല്ലാത്ത പല കാര്യങ്ങളും. അപ്പോൾ അതിൽ അവരുടെ പ്രൊമോഷണൽ ആയിട്ടും വരുന്ന അഡ്വർടൈസ്മെൻറ്റിലും ന്യൂസൊക്കെ പറയുന്നൊരു കാര്യം എന്താണ്, യൂറോപ്പിൽ പരീക്ഷിച്ച് വിജയിച്ച കൊറിയൻ സാങ്കേതികവിദ്യ ആണ് ഞങ്ങൾ കൊണ്ടുവരുന്നത്. അന്ന് കൊറിയൻ സാങ്കേതികവിദ്യ നമ്മൾ എസ്പെഷ്യലി മനസ്സിലാക്കേണ്ടതായിരുന്നു. സാംസങ് ആണ് കൊറിയയിൽ നിന്നുള്ള മൊബൈൽ ഫോൺ. അപ്പോൾ കൊറിയയിൽ സാംസങ് പോലും അന്ന് സ്മാർട്ട് ഫോൺ വിപണി പിടിച്ചെടുത്തിട്ടില്ല. സാംസങ് എമർജ് ചെയ്ത് വരുന്നേ ഉള്ളൂ. സാംസങ്ങിൽ നിന്ന് ഹാങ്സങ് എന്നൊക്കെ വിളിച്ച് കളിയാക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവർ വെറും ടെക്നോളജിയിൽ മുന്നോട്ട് വന്നിട്ടില്ല. പിന്നെ ഏത് കൊറിയൻ ടെക്നോളജിയാണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അന്ന് പിന്നെ ആരും അങ്ങനെ ചോദ്യം ചോദിക്കാൻ കിട്ടുന്നില്ലല്ലോ. ഇതേ മാംഗോ ഫോൺ, അതിൽ രസകരമായ മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ഈ കമ്പനിയുടെ ഈ എംപ്ലോയീസ് കുറേ പേര് മാധ്യമങ്ങളോട് പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഓഫീസിലെ ഫോൺ ബില്ല് അടയ്ക്കാതെ ഫോൺ കട്ടായിക്കാണ്. ഏത് ഫോൺ ഉണ്ടാക്കാൻ പോകുന്ന കമ്പനി ഫോൺ കട്ടായിക്കുക എന്നാണ് എംപ്ലോയീസ് പറയുന്നത്. ഇവർ പറയുന്ന രീതിയിലുള്ള ഫോണല്ല അവർ കൊടുക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയ അവിടുത്തെ ഒരു എംപ്ലോയി
റിസൈൻ ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അവരെ മർദ്ദിച്ചു എന്നൊരു കേസുണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് മാംഗോ ഫോണിൻ്റെ ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട എന്തോ ഒരു പരിപാടിയിൽ നോക്കി അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അവിടെ നിന്നാണ് ആൻഡ്രൂ അഗസ്റ്റിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിന് തൊട്ടുടനെ പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ പിന്നെ നമ്മളെന്താണ് കാണുന്നത്, പിന്നെ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടാണ് ഇവർ കാണുന്നത്. പക്ഷേ ഈ മാംഗോ ഫോൺ ലോഞ്ചിങ്ങിൻ്റെ സമയത്ത് തന്നെ അന്ന് എം വി നികേഷ് കുമാറിൻ്റെ ഉടമസ്ഥയിലാണെന്ന റിപ്പോർട്ടർ ചാനലിൽ ഇവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു എംപ്ലോയിയെ മർദ്ദിച്ചു എന്ന് പറയുന്ന കേസുണ്ടല്ലോ, ആ കേസ് നികേഷ് കുമാറിൻ്റെ സ്വാധീനം വഴിയാണ് അവർ രക്ഷപ്പെട്ടതെന്നൊക്കെ എംപ്ലോയീസ് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്. കാരണം അവരന്നേ ആ ഓഫീസിലുണ്ട്, റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസിൽ ഈ അഗസ്റ്റിൻ ബ്രദേഴ്സ് അന്നേ ഉണ്ട്, അവരവിടെ ഉണ്ട്. കാരണം അവരവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് ഇവരെ മുട്ടിൽ മരമുറി കേസിൽ ഇവർ അറസ്റ്റ് ചെയ്തത് കൊണ്ടാണ് പിണറായി വിജയൻ സർക്കാരാണ് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ പിന്നെ അവരെ കാണുന്നത് എവിടെയാണ്, റിപ്പോർട്ടർ ചാനലിൻ്റെ പ്രൊമോട്ടേഴ്സായിട്ട് അവർ രംഗത്ത് വരുന്നു. പ്രൊമോട്ടേഴ്സായിട്ട് രംഗത്ത് വരുക മാത്രമല്ല, അതിൽ റീലോഞ്ച് ചെയ്യുന്നു. മാനേജിങ് എഡിറ്ററായിട്ട് ആൻഡ്രൂ അഗസ്റ്റിൻ വരുന്നു. ഇതാണ്. അപ്പോൾ ഇത്രയും ഷെയ്ഡി ആയിട്ടുള്ള ഒരു പശ്ചാത്തലം ഈ പ്രൊമോട്ടേഴ്സിനുണ്ട്. ഏത് പ്രൊമോട്ടേഴ്സിനും മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞ ഈ പറയുന്ന ആളുകൾക്കുണ്ട്. ഇത് മാത്രമാണോ? ഇപ്പോൾ ഇവരുടെ കമ്പനികളെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചു. ഇപ്പോൾ യമരാജ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ തന്നെ ഒരു കമ്പനിയായിട്ട് നമ്മൾ വെബ്സൈറ്റുകൾ കാണാൻ പറ്റും ഇവരുടെ. ഇപ്പോൾ യമരാജ് ഗ്രൂപ്പ് എന്താണ്, അതിൽ നോക്കുമ്പോൾ അതിൽ അവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് കൊച്ചമണീസ് ഫുഡ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. കൊച്ചമണീസ് എന്ന് പറഞ്ഞൊരു മസാല കമ്പനിയാണ്. ഒരു പ്രാദേശികമായിട്ട് എവിടെയോ തുടങ്ങിയ, പാലക്കാടോ മറ്റോ തുടങ്ങിയ ഒരു കമ്പനിയാണ്. അത് ഇവർ ടേക്ക് ഓവർ ചെയ്തതാണ്. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ പോയി നമുക്ക് മസാലയൊക്കെ വാങ്ങാൻ കിട്ടും. ഇനി ട്രെൻഡി റോയ് എന്ന് പറയുന്ന ഒരു അപ്പാരൽ കമ്പനി അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കുമ്പോൾ അതിൽ കുട്ടികളുടെ മുതൽ പുരുഷന്മാരുടെ സ്ത്രീകളുടെയൊക്കെ വസ്ത്രങ്ങളുണ്ട്, റെഡിമെയ്ഡ് വസ്ത്രങ്ങളാണ്. എല്ലാത്തിനും 390 രൂപയാണ് വില മിക്കതിനും നമ്മൾ നോക്കും. പക്ഷേ എല്ലാം പോകുമ്പോൾ മേടിക്കാൻ പറ്റില്ല, എല്ലാം സോൾഡ് ഔട്ടാണ്. ഒന്നും മേടിക്കാൻ കിട്ടില്ല നമുക്കതിൽ നിന്ന്. ബ്ലാക്ക് കോഫിയോ? പിന്നെ ബ്ലാക്ക് കോഫി എന്ന് പറയുന്ന കാപ്പിപ്പൊടി വെക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ കാപ്പിപ്പൊടി 5 രൂപയുടെ 10 രൂപയുടെയൊക്കെ സാഷെ കൂട്ടമായിട്ട് പല വിലയ്ക്കും വാങ്ങാൻ കിട്ടും. അത് ഞാൻ വാങ്ങാൻ ശ്രമിച്ചില്ല, അതിലിങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. പിന്നെയുള്ളത് ഭയങ്കര രസകരമായ കാര്യം, യമരാജ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നിട്ട് അവർ വേറെ വിഭാഗമുണ്ട്. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേ വെബ്സൈറ്റിൻ്റെ തന്നെ വേറൊരു ഭാഗത്ത് ചെല്ലുമ്പോൾ അമേരിക്കയിലെ ലക്ഷറി വില്ലകളൊക്കെയാണ് ലീസിന് വാടകയ്ക്ക് വിൽക്കാനൊക്കെ ആയിട്ടുള്ള. നമ്മളതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ അമേരിക്കയിലെ മേരിലാൻഡിൽ ഇത്ര സ്ക്വയർ ഫീറ്റുള്ള സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ് നിങ്ങൾക്ക് വിൽക്കാം, വാങ്ങാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അത്തരം ബ്ലോഗുകളുണ്ടല്ലോ, ഇപ്പോൾ അമേരിക്കയിലെ റിയൽ എസ്റ്റേറ്റ് ബ്ലോഗുകളുടെ ലിങ്ക് ഇതിലേക്ക് കൊടുത്തേക്കാണ്. അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ പരിപാടി നമ്മൾ നോക്കുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് മൊത്തം ഒരു പുകയാണ്. ഇവരുടെ ബിസിനസ് സ്ഥാപനങ്ങൾ മുഴുവൻ പുകയാണ്. പക്ഷേ ഇവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, ഇവർ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. എന്താണ് ഹോൾഡെയിൻ, എറണാകുളത്തെ ഹോൾഡെയിൻ ഹോട്ടലിൽ അവർക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അങ്ങനെ പല സ്ഥലത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഗൂഗിളും ഗ്രൂപ്പുമായിട്ട് അവർക്ക് കൊളാബറേഷൻ ഉണ്ട്. ഈ ഹോൾഡെയിനൊക്കെ അവർ രണ്ടുപേരും കൂടിയിട്ടാണ് നടന്നത്. അപ്പോൾ ഇവരുടെ പണമുണ്ട്, പക്ഷേ ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യമാണ്. അതിപ്പോൾ ഈ ചാനലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന ഹോട്ടൽ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അപ്പാരൽ കമ്പനിയുടെ കാര്യത്തിലാണെങ്കിലും ആകെ അവിടെ കൃത്യമായിട്ട് പോകുന്നു എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഈ കൊച്ചമണീസ് ഫുഡ് പ്രോഡക്റ്റാണ്. അതിൽ നമുക്ക് സാധനം വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ്, അത്രയും ഷെയ്ഡി ആയിട്ടുള്ള ആളുകളാണ്, പല കേസുകളിൽ പ്രതിയാണ്. എന്നിരിക്കെ ഞങ്ങൾ മെസ്സിയെ കൊണ്ടുവരുന്നത് സ്പോൺസർ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും സർക്കാർ എന്ത് അടിസ്ഥാനത്തിലാണ് അവരത് ഏൽപ്പിക്കുന്നതെന്നാണ് ചോദ്യം. 2, ഈ ഇത്തരം സ്പോൺസർമാരാണോ ഇതിൻ്റെ ഓർഗനൈസേഴ്സ് ആവേണ്ടത്? ഇവർ സ്പോൺസർമാരാണ്, ഈ പണം മുടക്കേണ്ടതാണ് ഇവരുടെ പണി. ഇതിനു വേണ്ടിയുള്ള ലോജിസ്റ്റിക്സ് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും പണം മുടക്കുക എന്നുള്ളതാണ് അവരുടെ പണി. അതിൻ്റെ ലാഭം അവരെടുക്കട്ടെ. പക്ഷേ ഇത് ഓർഗനൈസ് ചെയ്യാനുള്ള ഏജൻസി ആരായിരുന്നു? അതിന് മറുപടി പറയേണ്ടത് കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ്. കാരണം സർക്കാരിൻ്റെ പല കാര്യങ്ങളും അതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്, ഈ ഇവൻറ്റിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. മന്ത്രി മാഡ്രിഡിൽ പോയത് 13 ലക്ഷം മുടക്കിയാണ്, അത് നമ്മുടെ നികുതി പണമാണ്. മറ്റൊന്ന്, ഈ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ എന്തോ അവലോകനമോ നടന്നിരുന്നു. ഇയാൾ ഉൾപ്പെടെ, ഈ സ്പോൺസർ ഉൾപ്പെടെ സ്റ്റേഡിയം സന്ദർശിക്കാൻ പോകുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അകമ്പടി പോയിരുന്നു. അതിൻ്റെ മുഴുവൻ റീലെടുത്ത് ഇവർ പ്രചരിപ്പിക്കുകയായിരുന്നു, പ്രൊമോട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ കായിക മന്ത്രി മറുപടി പറഞ്ഞേ മതിയാവും. എങ്ങനെയാണ് ഈ സ്പോൺസറായിട്ട് ഇയാളെ, ഇത്രയും ഷെയ്ഡി പാസ്റ്റുള്ള ആളുകളെ ഇത്രയും വലിയൊരു ഇവൻറ്റ്, ഒരു ഇൻ്റർനാഷണൽ ഇവൻറ്റിന് സ്പോൺസറായിട്ട് തിരഞ്ഞെടുത്തതെന്നതിന് മറുപടി പറഞ്ഞു പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് മുട്ടിൽ മരമുറി കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്, സർക്കാർ തന്നെ അവർക്കെതിരായിട്ടുള്ള കേസിൽ ഒളിച്ചു കളിക്കുകയാണ്. അവർക്കുള്ള മുഴുവൻ കേസുകൾ ഇതുവരെ കുറ്റപത്രം നൽകിയിട്ടില്ല. മാത്രമല്ല ഒരു CBI അന്വേഷണത്തിന് ഉതകുന്ന വിധം വലിയ തോതിലുള്ളൊരു തട്ടിപ്പാണിത് എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത്. അപ്പോൾ സർക്കാർ ആരോടൊപ്പമാണ്? ഈ തട്ടിപ്പുകാരോടൊപ്പമാണോ, ഈ പ്രതികളോടൊപ്പമാണോ എന്ന് സർക്കാർ വ്യക്തമാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്രയും വലിയ പ്രൊജക്റ്റുകൾ, ഇത്രയും വലിയ പണം,
ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി എത്ര കോടി കൊടുത്തത്? 130 കോടിയോ? അതെ. ഈ 130 കോടിയോ സോഴ്സ് കാണിക്കണ്ടേ? അവർ പണം കൊടുത്തു എന്ന് പറയുന്നുണ്ട്. 130 കോടി അർജന്റീൻ ടീമിന് കൊടുക്കാനുള്ള ഇതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ്? ഈ അതേക്കുറിച്ചൊന്നും ഇടിക്കാൻ സ്റ്റേഡിയത്തിൽ 70 കോടി മുടക്കിയിട്ടാണ് 2000 പേര് ഒരു ദിവസം ഒന്ന് പണിയുന്നതാണ്. ഈ പണത്തിനൊക്കെ സോഴ്സ് വേണ്ടേ? ഇവരെന്ത് ബിസിനസ് ചെയ്താണ് ഈ പണം ഉണ്ടാക്കിയത്? ഇവരുടെ ആൻസെസ്ട്രൽ സ്വത്താണോ? അതിലേത് ബിസിനസ്സിലൂടെയാണ് ഇവരിത് ചെയ്തത്? അതോ ഈ മുമ്പുള്ള കേസുകളിൽ ഇപ്പോൾ ബാങ്കുകൾ തട്ടിച്ച പണമാണോ, ആളുകളെ പറ്റിച്ച പണമാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ട. ഇടിക്കാതൊന്നും അന്വേഷിക്കേണ്ട. അതുകൊണ്ടാണ് അവരുടെ സോഴ്സ് ഓഫ് ഇൻകം മുതൽ ഇവരുടെ എല്ലാ ഓപ്പറേഷനും വളരെ സംശയത്തിൻ്റെ നിഴലിലാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ഇവരെ ചൂസ് ചെയ്തു എന്ന് മറുപടി പറയേണ്ടത് കായിക മന്ത്രി വി അബ്ദുറഹ്മാനാണ്. യെസ്, അതാണ്. പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ നിഷാദ്, കായിക മന്ത്രി ആകെ ക്ഷോഭിക്കുകയാണ് മാധ്യമപ്രവർത്തകരോട്. അപ്പോൾ ഈ പറയുന്ന അഗസ്റ്റിൻ ബ്രദേഴ്സും സർക്കാരും തമ്മിലൊരു ഡീൽ നടന്നിട്ടുണ്ട് എന്ന് ഇങ്ങനെ ചിന്തിച്ചു പോകേണ്ടി വരില്ലേ? ഈ വിഷയത്തിലുള്ള എൻ്റെ തുടക്കം മുതലുള്ള എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, നമുക്ക് സംസാരിക്കാനുള്ളത് സർക്കാരിനോടാണ്. ഈ വിഷയത്തിൽ ഗവൺമെൻറ്റാണ് ഇവിടെ മെസ്സിയെ കൊണ്ടുവരാൻ പോകുന്നു എന്ന് പ്രഖ്യാപിച്ചത്. കാരണം മെസ്സിയെ കൊണ്ടുവരുന്നതിന് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ എടുത്ത് ചിലവാക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും ചോദിക്കുമ്പോൾ ഞങ്ങൾ കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ടില്ല, ഒരു സ്പോൺസറെ കണ്ടെത്തിയിട്ട് സ്പോൺസറെ ഏൽപ്പിക്കും, സ്പോൺസറാണ് പണം മുടക്കുക, പക്ഷേ ഇതിനെ ഓർഗനൈസ് ചെയ്യുന്നത്, ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണെന്നാണ് ഗവൺമെൻറ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മെസ്സി വന്നാലും വന്നില്ലെങ്കിലും വരുന്നതെന്തെങ്കിലും പ്രശ്നമുണ്ടായാലും എല്ലാം അതിന് മറുപടി പറയേണ്ടത് സർക്കാരാണെന്നിരിക്കെ സർക്കാർ കളത്തിലില്ലല്ലോ. നിരന്തരം ഒരു സ്പോൺസർ വന്ന് സംസാരിക്കുക, അയാൾ നമ്മൾ തമ്മിൽ എന്ത് ഇടപാട്? അയാളോട് നമുക്ക് ചോദിക്കേണ്ട കാര്യം എന്താണ്? നമ്മളോട് സംസാരിക്കേണ്ട ബാധ്യത അയാൾക്ക് എന്താണ്? അദ്ദേഹമാണ് സർക്കാരിൻ്റെ മൊത്തം മീറ്റിങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ, വിലയിരുത്തൽ യോഗങ്ങൾക്ക് പങ്കെടുക്കുന്ന ആൾ, എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്ന ആൾ. അദ്ദേഹം ആരാണെന്ന് എൻ്റെ ചോദ്യം. അപ്പോൾ ഗവൺമെൻറ് ഇതിനകത്ത് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് സ്കൂട്ടായിരിക്കണം. നോക്കൂ, ഈ മെസ്സി വരുമെന്ന് ഇയാൾ പ്രഖ്യാപിച്ച ഒരു സമയമുണ്ട്. ആ സമയത്ത് മന്ത്രിയും അല്ലെങ്കിൽ CPMൻ്റെ പ്രധാന നേതാക്കളും മന്ത്രിമാരും എല്ലാവരും മെസ്സി വരും കേട്ടോ എന്ന് പറഞ്ഞ പോസ്റ്റർ ഷെയർ ചെയ്ത് നമുക്ക് ഓർമ്മയുണ്ട്. അത് ഞങ്ങളുടെ ഒരു നേട്ടമായിട്ട് അവതരിപ്പിച്ചു. DYFIയുടെ നേതാക്കന്മാർ പോലും അതിനകത്ത് ഭയങ്കര ആവേശഭരിതരായിരുന്നു. CPIMൻ്റെ ഈ സോഷ്യൽ മീഡിയയിലെ മുഴുവൻ പരിവാരങ്ങളും അതിനകത്ത് ആഞ്ഞ് നിന്നു. ഇതാ വരാൻ പോകുന്ന മെസ്സി ഞങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് മെസ്സി വരുന്നില്ല എന്ന് കേട്ടു. നിങ്ങൾ ആരുടെയും ശബ്ദം കേൾക്കുന്നുണ്ടോ? മെസ്സി വരുന്നുവെങ്കിൽ ഇതിൻ്റെ എല്ലാം വലിയ ഒച്ചപ്പാടോടെ കേട്ടായിരുന്നു. മെസ്സി വരുന്നില്ല എന്നും മെസ്സി വരുമെന്ന് പറഞ്ഞത് നമ്മളെ പറ്റിക്കുകയായിരുന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിന് മുമ്പിലേക്ക് വന്ന ഘട്ടത്തിൽ ഇവരെല്ലാവരും സ്റ്റെപ്പ് ബാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഈ പറയുന്ന കക്ഷി വന്നിരിക്കുന്നു. ഈ കക്ഷിയെക്കുറിച്ച് ഇപ്പോൾ അജിംസ് വിശദമായി പറഞ്ഞല്ലോ. എന്തുമാത്രം ദുരൂഹമായ പ്രവർത്തന വഴികളിലൂടെ കന്നു വന്നിട്ടുള്ള ആളാണ്, ഇപ്പോഴും എന്തുമാത്രം ദുരൂഹമായി നിൽക്കുന്ന ഒരാൾ. അപ്പോൾ ഗവൺമെൻറ് വിശദീകരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം എന്താ, കൊച്ചിയിലെ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം നമ്മുടെ പൊതുസ്വത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണത്. അവിടെ 70 കോടിയുടെ എന്തോ പണി നടത്തുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പോൾ അവിടെ ഫ്ലഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നു പറയുന്നു. അവിടെ ഉണ്ടായിരുന്ന പാർക്കിംഗ് ഏരിയ മൊത്തം കുഴച്ചു മറിച്ച് അവിടെ എല്ലാം കല്ല് ബാധിക്കുന്നു, എന്തൊക്കെയോ കോൺക്രീറ്റ് പണികളൊക്കെ നടത്തുന്നു. സത്യത്തിൽ നമുക്ക് അതിനകത്ത് കയറാൻ പറ്റില്ല, പുറത്തുനിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സത്യത്തിൽ കലൂർ ഇപ്പോൾ നോക്കൂ, ഈ പറയുന്ന ഷേഡി ക്യാരക്ടറുള്ള വ്യക്തി ഇതിനകത്ത് വന്നിരിക്കുന്നു. മെസ്സി വരില്ല എന്ന കാര്യം ദിവ്യ മാസങ്ങൾക്ക് മുമ്പേ അറിയാം. കാരണം മെസ്സി വരുമോ എന്ന് തലേദിവസം രാത്രി വരെ പൈസയും കൊണ്ട് അവിടെ ജനലിലവിടെ ക്യൂ നിൽക്കാൻ പറ്റുന്ന ഏർപ്പാടൊന്നുമല്ല അർജന്റീനയിൽ നിന്ന് മെസ്സിയെ കൊണ്ടുവരുന്നത്. മെസ്സി വരില്ല എന്നുള്ള ഇൻഫർമേഷൻ നേരത്തെ അവർക്കറിയാം. നേരത്തെ അറിഞ്ഞിട്ട് കൂടിയും ഒരു 2 ആഴ്ച മുമ്പ് അവരുടെ ചാനൽ വഴി എന്തോ വീഡിയോ പുറത്തു വിടുകയും ഭയങ്കര ക്യാമ്പയിൻ നടത്തുകയും ബിഗ് ബ്രേക്കിംഗ് കൊടുക്കുകയും അവലോകന യോഗത്തിന് ചിത്രം പുറത്തു വിടുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇത് വളരെ ആസൂത്രിതമായ ഒരു തട്ടിപ്പാണ്. മെസ്സി വരില്ല എന്നറിഞ്ഞിട്ടും വരുമെന്ന് ധ്വനി ഉണ്ടാക്കാനും, അങ്ങനെ വരുമെന്നൊരു ധ്വനി ഉണ്ടാക്കി അതിൻ്റെ പേരിൽ ഈ പറയുന്ന ഇവർക്ക് സബ് കച്ചവടം നടത്തുമല്ലോ, അതായത് മൊത്തം കോൺട്രാക്ട് എടുക്കുക, ഇത് മൊത്തം എടുത്തിട്ട് കൂടുതൽ സ്പോൺസേഴ്സിനെ കൊണ്ടുവരാനും അങ്ങനെ ഡീൽ നടത്താനും. എന്തിനാണ് നടത്തിയത്? മെസ്സി വരില്ല എന്നറിഞ്ഞിട്ടും ബസ് പുറത്തിറക്കി എന്തിനാണ്? മെസ്സി വരില്ല എന്നറിഞ്ഞിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് അവലോകനയോഗം നടത്തി എന്തിനാണ്? മെസ്സി വരില്ല എന്നറിഞ്ഞിട്ടും എന്തിനാണ് സ്റ്റേഡിയത്തിനകത്ത് വിസിറ്റ് നടത്തി എന്തിനാണ്? അതായത് അവർക്ക് വേറെ കച്ചവടം നടത്താനുണ്ട്. മെസ്സി വരാൻ പോകുന്നു, ഞങ്ങൾ 130 കോടി മുടക്കിയിട്ടുണ്ട്, അത് ഭയങ്കര ഇവൻ്റാണ്, ആ ഇവൻ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ കൂടുതൽ സ്പോൺസേഴ്സിനെ കൊണ്ടുവരിക, അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുക. അപ്പോൾ മെസ്സി വരില്ല എന്നൊരു ആശയക്കുഴപ്പം ആകപ്പാടെ അന്തരീക്ഷത്തിൽ വന്നല്ലോ. അർജന്റീനയിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു. അത് അവരുടെ കച്ചവടത്തെ ബാധിക്കാൻ തുടങ്ങി. മനസ്സിലായോ? ബാധിക്കാൻ തുടങ്ങിയപ്പോഴാണ് വരാൻ പോകുന്നു എന്ന ആധികാരികത ഉണ്ടാക്കാൻ വളരെ ശാസ്ത്രീയമായ കള്ളത്തരം പ്രചരിപ്പിച്ചത്. അതിന് മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ അതിൻ്റെ ഭാഗമായി നിന്നുകൊടുത്തു. അറിഞ്ഞോ അറിയാതെ ഇവിടെ അറിവില്ലായ്മ എന്നൊരു ഘടകമല്ല. കാരണം 2 അനുമതിയെ കിട്ടാറുള്ളൂ, ഫിഫയുടെയും വേറെ അനുമതിയും. അതാണല്ലോ പ്രധാനമൊന്നും തിരിച്ചു ചോദിക്കാൻ ബോധമില്ലാത്ത ആൾക്കാരെ തൊണ്ടായി പോയി. അപ്പോൾ അവരെ അടക്കം മുന്നിൽ നിർത്തി വലിയൊരു കച്ചവട പദ്ധതി നടന്നു വരികയായിരുന്നു. അതിലെന്തുമാത്രം കച്ചവടം ഇതിനകത്ത് നടന്നു കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ? ആ കച്ചവടം എല്ലാം കഴിഞ്ഞ് പൈസ കൈ കിട്ടിയതിന് ശേഷമാണോ വരില്ല എന്ന് പ്രഖ്യാപിച്ചത് എന്നീ ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. ഞാൻ പറഞ്ഞത് അങ്ങനെ ഇരിക്കെ ഈ സ്റ്റേഡിയത്തിനകത്ത് എന്താണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? സ്റ്റേഡിയത്തിനകത്ത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എന്തൊക്കെ ഇളക്കിയിട്ടുണ്ട്, എന്തൊക്കെ സാധനം നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല, നമുക്ക് അറിയേണ്ട കാര്യമാണ്. കാരണം ആ സ്റ്റേഡിയം വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ്, കേരളത്തിലെ ഏറ്റവും വലിയ പ്രധാന ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിനകത്ത് പണി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ആർക്കും കയറി നോക്കാൻ പറ്റുന്നില്ല. എന്താണ് അതിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്തതിനകത്ത് ബാക്കിയുണ്ട്, അറിയേണ്ട കാര്യമാണ്.
രണ്ട്, സർക്കാർ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കേരള സ്പോർട്സ് ഫൗണ്ടേഷനോ അങ്ങനെ എന്ന് പറഞ്ഞു, ഫെഡറേഷൻ ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട്. അതിനെ ഇത് വിട്ടുകൊടുക്കണം എന്നാണ് മന്ത്രി എന്താണ് ഈ GCDയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ അതിനകത്തുള്ള കോൺട്രാക്ട് എന്താണ് ഇപ്പോൾ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചല്ലോ. നേരത്തെ ദിവ്യ പറഞ്ഞല്ലോ എന്ത് കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് വിട്ടുകൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ കളി കഴിഞ്ഞാലും ഇതിനകത്ത് അവകാശം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ പറയുന്ന ആൻറ്റോ അഗസ്റ്റിൻ ആവശ്യപ്പെട്ടു എന്നാണ് GCDയുടെ ചെയർമാൻ സമ്മതിക്കുന്നത്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? കളി കഴിഞ്ഞാലും അവർക്ക് അത് കയ്യിൽ വെക്കണമെന്നുള്ള ആവശ്യം അംഗീകരിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ആവശ്യം മുന്നോട്ട് വെച്ചതാണ്. അപ്പോൾ വലിയൊരു പ്ലാൻ എടുത്ത് പ്രവർത്തിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഒന്ന് മെസ്സി വരില്ല എന്ന് ഉറപ്പായിട്ട് മൊത്തം സംവിധാനത്തെ അവർ പറ്റിക്കാൻ നിന്നു. അതുവഴി എന്തുമാത്രം സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ദുരൂഹമായ ഇടപാടുകൾ നടത്താൻ അവർ തയ്യാറായി, അവർ പണിയെടുത്തിട്ടുണ്ട് എന്ന കാര്യം വിശദീകരിക്കേണ്ട ബാധ്യതയുണ്ട്. ഇപ്പോൾ അബ്ദുറഹ്മാനോട് ഒന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ചെവി പോയെന്ന് ചീത്ത പറയുകയാണ്. എനിക്കറിയില്ല, റിപ്പോർട്ടറോടൊന്ന് പറയുന്നത് കേട്ടു. ഇന്നലെ അദ്ദേഹം ചൂടാവുന്നു, ആൾക്കാരെ ആക്ഷേപിക്കുന്ന തരത്തിൽ വർത്തമാനം പറയുന്നു. അബ്ദുറഹ്മാൻ ഈ വരുന്നതിൻ്റെ മുഴുവൻ ക്രെഡിറ്റ് എടുക്കുന്ന ആളല്ലേ? പൊതു ഖജനാവിലെ പൈസ എടുത്ത് മാഡ്രിഡിൽ പോയ ആളല്ലേ? അദ്ദേഹം ഇവിടെ നിന്നിട്ട് 1 മണിക്കൂർ വാർത്താ സമ്മേളനത്തിൽ ഇരുന്ന് വർത്തമാനം പറയണം. അല്ലാതെ വന്നിട്ട് 4 ഡയലോഗും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഈ താനൂരിലെ പ്രമാണി വർത്താനം അദ്ദേഹം പറയാണ് മലയാളികളോട്. അത് അദ്ദേഹം പറയേണ്ട ഒരാളല്ല. മറിച്ച് സർക്കാരിൻ്റെ പൈസ എടുത്ത് പൊടിച്ച കേസാണിത്. സർക്കാരിൻ്റെതായ ഒരു പരിപാടി, ഒരു ഷെയ്ഡി ക്യാരക്ടറുള്ള വ്യക്തികൾക്ക് മറ്റു മുഴുവൻ മനുഷ്യരെ അപ്പുറത്ത് ഇരുട്ടിലാക്കിക്കൊണ്ട് എടുത്തു കൊടുത്ത ഏർപ്പാടാണ്. ഒരു മുതലാളിയെ നമ്മുടെ സ്പോർട്സ് ഇവൻറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഏർപ്പാട് മുഴുവൻ കൈവച്ച് കൊടുത്തു. ഒരു പേപ്പറും ഒന്നുമില്ലാതെ. എന്തെങ്കിലും പേപ്പർ നമുക്ക് കാണാനുണ്ടോ? അദ്ദേഹം പറയുന്നുണ്ട് എല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് മുഴുവൻ ഏതോ മുതലാളിക്ക് കച്ചവടം ചെയ്ത കേസിനെ കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത്. അത് വഴി തടഞ്ഞു നിർത്തി ചോദിക്കേണ്ട സന്ദർഭമാണെങ്കിൽ വഴി തടഞ്ഞു നിർത്തി. ഇന്ന് അദ്ദേഹം ചൂടായി, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ചന്ദ്രൻപിള്ള ചൂടായി, കൂടെയുള്ള CPM-മാർക്ക് ചൂടാകുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആകമാനം പറ്റിക്കുകയും നമ്മുടെ കാശെടുത്ത് വിദേശയാത്രയ്ക്ക് തുലയ്ക്കുകയും ചെയ്ത ആൾക്കാരോട് നമുക്ക് ചോദിക്കാൻ പറ്റണ്ടേ? അല്ലെ അവർ വന്നിരുന്ന് പറയണ്ടേ? പറയാതെ വരുമ്പോൾ നമുക്ക് വഴി നിർത്തി ചോദിക്കേണ്ടി വരില്ലേ? അപ്പോൾ ചൂടാവുന്നത് എന്തിനാണ്? അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു കള്ളക്കച്ചവടമാണ്. ഞാൻ വീണ്ടും പറയുന്നത്, നോക്കൂ, മെസ്സി വരുന്നില്ല എന്നത് നമ്മളെ പറ്റിച്ചൊരേർപ്പായിട്ട് കൂടി നിങ്ങൾ എവിടെ നിന്നെങ്കിലും കേൾക്കേണ്ട പ്രധാനപ്പെട്ട സ്ഥലത്ത് ശബ്ദം കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ ഭരിക്കുന്ന പാർട്ടിക്ക് എന്തെങ്കിലും മിണ്ടാനുണ്ടോ? ആ പാർട്ടിയുടെ ആൾക്കാർക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വല്ലതും മിണ്ടാനുണ്ടോ? അതിൻ്റെ മന്ത്രിമാർക്ക് വല്ലതും മിണ്ടാനുണ്ടോ? അതിൻ്റെ യുവജന സംഘടനയ്ക്ക് വല്ലതും മിണ്ടാനുണ്ടോ? ഈ സംഗതി എന്തുകൊണ്ടാണ് എക്സ്പോസ്ഡ് ആവുന്നത്? എന്തുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്? ഈ മാധ്യമങ്ങൾ, കുറേ മാധ്യമങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇല്ല, ഇത് എന്തിനുണ്ടാവും? ഇത് അന്വേഷിക്കേണ്ട ഗവൺമെൻറ് വല്ലതും മിണ്ടുന്നുണ്ടോ? ഇപ്പോൾ ഈ പറയുന്ന ആൻറ്റോ അഗസ്റ്റിൻ പറയാണ് മറ്റ് മാധ്യമങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റു മാധ്യമങ്ങളില്ലെങ്കിൽ ഈ തട്ടിപ്പ് ഇതിനേക്കാളും വലുതായിരിക്കും. മറ്റു മാധ്യമങ്ങൾ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നത്? മെസ്സി വരുന്നത് നല്ലതല്ലേന്നാണ്. മെസ്സി വന്നോ ഇല്ലല്ലോ. ഈ തട്ടിപ്പിനെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ മറ്റു മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ. സർക്കാർ ഈ തട്ടിപ്പിനെ ഒപ്പം നിന്ന് കൊടുക്കുകയാണ്. സർക്കാരിനെ പിന്തുണയ്ക്കുന്ന പാർട്ടി നിശബ്ദമായി നിൽക്കുകയാണ്. മെസ്സി വരില്ല, നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ടോ? മറ്റു മാധ്യമങ്ങൾ സംസാരിക്കും. അതിൽ അബ്ദുറഹ്മാൻ രോഷം കൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മളെ എല്ലാവരെയും കൂടി ഒരു കോമാളിയാക്കിയിട്ട് നൈസ് എസ്കേപ്പ് അടിക്കാൻ നോക്കിയാൽ നമ്മൾ വഴി തടഞ്ഞു നിർത്തും, മൈക്ക് വെക്കും, ചോദ്യം ചോദിക്കും, അത്രയേ അടുത്തുള്ളൂ. പക്ഷേ ഇതുകൊണ്ട് നമ്മൾ കഴിഞ്ഞു വെക്കോളും എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. സീരിയസ് ആയിട്ടുള്ള എന്തോ പരിപാടി നടക്കുന്നുണ്ട്. കൊച്ചി സ്റ്റേഡിയം ബാക്കി ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞാൽ നിർത്തുകയാണ്. യെസ്, എന്തായാലും മൊത്തത്തിലൊരു പുകയാണുള്ളത്. ഒരുപാട് ചോദ്യങ്ങൾ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അവശേഷിക്കുന്നു. മെസ്സി ഈ വർഷം എത്തില്ല എന്ന് ഉറപ്പായി, ഇനി അടുത്ത വർഷം എത്തുമോ എന്നത് പോലും ഉറപ്പില്ല. പക്ഷേ മെസ്സി വരുമെന്ന് പറഞ്ഞിവിടെ പലതരത്തിലുള്ള ദുരൂഹ ഇടപാടുകൾ നടക്കുന്നുണ്ട്. അതിന് സർക്കാരും കൂട്ടുനിൽക്കുകയാണോ എന്നതാണ് ചോദ്യം.